തലസ്ഥാനത്ത് നിർണായക ചർച്ചകളാണ്. KPCC ആസ്ഥാനത്തും പാണക്കാട് ഹാളിലും ചർച്ചകൾ നടക്കുകയാണ്. പ്രമുഖ വകുപ്പുകളിൽ ഉൾപ്പെടെ തർക്കവും മുതിർന്ന നേതാക്കളുടെ കടുംപിടുത്തവും തുടരുന്നത് കോൺഗ്രസിന് തലവേദനയാണ്. KPCC ആസ്ഥാനത്ത് നിന്ന് VD സതീശൻ കന്റോൺമെന്റ് ഹൌസിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഉച്ചയ്ക്ക് തലസ്ഥാനത്തെത്തുന്ന KC വേണുഗോപാലുമായി VD സതീശൻ ചർച്ച നടത്തിയേക്കും. ലീഗ് പാർലമെന്ററി പാർട്ടി യോഗം അവസാനിച്ചു. പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഉടൻ പ്രഖ്യാപനം നടത്തിയേക്കുമെന്ന വാർത്തകൾ കൂടി വരികയാണ്. ഹരിമോഹനും VS രഞ്ജിത്തും നമ്മളോടൊപ്പം ചേരുകയാണ്. VS രഞ്ജിത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. രഞ്ജിത്ത്, ലീഗിൽ മന്ത്രിസ്ഥാന വിഭജനവുമായി ബന്ധപ്പെട്ട ഒരാശയക്കുഴപ്പം എന്നുള്ളത് തന്നെ അത്ഭുതമാണ്. പക്ഷേ 10 വർഷം അധികാരത്തിന് പുറത്തിരുന്നതിന് ശേഷം തിരികെ വരികയാണ്. നേതൃബാഹുല്യമുണ്ട്. അന്തിമ തീരുമാനം ആർക്കൊക്കെ അനുകൂലമാണ്? മധു, ഇപ്പോൾ പാർലമെന്ററി പാർട്ടി യോഗം അവസാനിച്ചിരിക്കുകയാണ്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാർലമെന്ററി പാർട്ടിയുടെ നേതാവായി PK കുഞ്ഞാലിക്കുട്ടിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. മന്ത്രിമാരെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 മന്ത്രിമാരുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് വിവരം. അങ്ങനെ 5 മന്ത്രിമാരുണ്ടാവുകയാണെങ്കിൽ അതിൽ PK കുഞ്ഞാലിക്കുട്ടി സ്വാഭാവികമായിട്ടും ഉണ്ടാവും. PK ബഷീറും KM ഷാജിയും മന്ത്രിസഭയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്ന വിവരം. M ഷംസുദ്ദീൻ അദ്ദേഹവും മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. അതുപോലെ തെക്കൻ കേരളത്തിന്റെ പ്രതിനിധിയായിട്ട് അബ്ദുൽ ഗഫൂറിന്റെ പേര് ഉയർന്നു കേൾക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വെട്ടിപ്പോവാൻ സാധ്യതയുള്ള, ഇപ്പോൾ 7 പേരുള്ളതിൽ വെട്ടിപ്പോവാൻ സാധ്യതയുള്ളൊരു പേര് പറക്കൽ അബ്ദുള്ളയുടേതാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പാർട്ടിയുടെ ഏറ്റവും കരുത്തരായിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള PK ബഷീറും KM ഷാജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ വെട്ടുന്നൊരു സാഹചര്യത്തിലേക്ക് പോകണം. ഏതായാലും അന്തിമ തീരുമാനം, അതായത് മന്ത്രിമാരെ സംബന്ധിക്കുന്ന അന്തിമ തീരുമാനം എടുക്കുന്നതിന് വേണ്ടി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഈ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു മന്ത്രികളെ മറ്റു പദവികളിലേക്ക് ആരെയും ഇപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ളതാണ്. മന്ത്രിമാരെ ഫൈനൽ ചെയ്തതിനു ശേഷം ഡെപ്യൂട്ടി ലീഡറെയും പാർട്ടി വിപ്പിനെയും ഒക്കെ തീരുമാനിക്കും. ആരായിരിക്കും ഡെപ്യൂട്ടി ലീഡർ, ആരായിരിക്കും പാർട്ടി വിപ്പ് എന്നുള്ളത് മന്ത്രിമാരെ സംബന്ധിക്കുന്ന അന്തിമ തീരുമാനത്തിന് ശേഷം മാത്രമായിരിക്കും പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. ഏതായാലും യോഗം അവസാനിച്ചിരിക്കുന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പുറത്തേക്ക് ഇറങ്ങും. 2 മണിയോടുകൂടി മന്ത്രിമാരുടെ ലിസ്റ്റ് UDF നേതൃത്വത്തിന് കൈമാറും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനു മുൻപ് ഒരു അന്തിമ ലിസ്റ്റ് 5 മന്ത്രിമാരെ സംബന്ധിക്കുന്നതായിട്ടുണ്ടാകും. 5 മന്ത്രിമാരുണ്ട് എന്ന കാര്യത്തിൽ ലീഗ് ഉറച്ചു നിൽക്കുന്നു. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ളത് തന്നെയാണ് ലീഗിന്റെ അഭിപ്രായം. അക്കാര്യം VD സതീശനെയൊക്കെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.